ഗുഡ് മോർണിംഗ്. സോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും, കാരണം എനിക്കതിന് സാധിക്കുന്നുണ്ട്, അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മാജിക്കൽ എബിലിറ്റീസ് ദറ്റ് ഹ്യൂമൻസ് ഹാവ് ടു ട്രാൻസ്മിറ്റ് കോംപ്ലക്സ്, എത്രത്തോളം കോംപ്ലക്സ് ഐഡിയാസ് ആണെങ്കിലും അത് മറ്റുള്ളൊരാളുടെ മൈൻഡിലോട്ട് എത്തിക്കാനുള്ളൊരു കഴിവ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മീഡിയമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം മേക്കിംഗ് സൗണ്ട് വിത്ത് മൈ മൗത്ത്. അതേസമയം ഞാൻ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ എയറിൻ്റെ വൈബ്രേഷൻ കാരണം ഹിസ്സസ് ആൻഡ് പഫ്സും എല്ലാം കൂടെ ഒരു സൗണ്ടായിട്ട് മാറി നിങ്ങളുടെ ഇയർ ഡ്രമ്മിലോട്ട് എത്തി. അത് നിങ്ങളത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു തോട്ടായി മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു എബിലിറ്റി കാരണം നമ്മൾ ഹ്യൂമൻസിന് വാസ്റ്റായിട്ടുള്ള നോളജും വാസ്റ്റായിട്ടുള്ള കോംപ്ലക്സ് തോട്ട്സും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിലോട്ടൊരു ഭയങ്കര ബിസാറായിട്ടുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊന്ന് കണ്ണടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളുടെ പുറകിൽ ഒരു വലിയ ജയൻറ്റ് ലിസാർഡ് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ആൻഡ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ ഐ മേഡ് യു തിങ്ക് ഇറ്റ് ഫോർ എ മൂമെൻറ്റ്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, 7,000ഓളം ലാംഗ്വേജസ് ഉണ്ട്. ആൻഡ് അതിന് തന്നെ പല ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, ഗ്രാമർ, സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, സ്ട്രക്ചേഴ്സ്. സോ അവിടെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ലീവ്സ് എ ക്വസ്റ്റ്യൻ, ഡസ് ദ ലാംഗ്വേജ് ഷേപ്പ് ദ വേ വി തിങ്ക് എന്നുള്ളത്. ഷാർലമാൻ എന്ന് പറഞ്ഞിട്ട് റോമൻ എംപയറിലൊരു രാജാവ് പറഞ്ഞൊരു കൂട്ടാണ്, ടു know a second language is to have a soul, second soul എന്ന് പറഞ്ഞു, which is a strong statement. It says that language crafts reality. ലാംഗ്വേജ് നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഗ്രോത്തിന്, ഇൻ്റലക്ച്വൽ ഗ്രോത്തിനും അതുപോലെ ഇൻറ്റേർണലായിട്ടുള്ള തോട്ട് പ്രോസസ്സിൻ്റെയും ഒരു ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് എന്നാണ് ഈ ടേമിൻ്റെ അർത്ഥം. പക്ഷെ അതേസമയം ഷേക്സ്പിയർ പറഞ്ഞൊരു സെൻറ്റൻസും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റോസിനെ റോസ് എന്നുള്ള വാക്കല്ലാതെ നമുക്ക് വിളിക്കാം, ഒരു നെയിമിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ലാംഗ്വേജ് എന്ന് പറയുന്ന റിയാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നൊരു കാര്യമല്ല. ലുക്ക് അറ്റ് ദി ഇമേജ്. ഇതൊരു സ്മാർട്ട് വേ ഓഫ് കോഗ്നിഷൻ ആണ്, വേർ ഹ്യൂമൻസ് ഹവ് ക്രിയേറ്റഡ് എ ലിംഗ്വിസ്റ്റിക് മെത്തേഡ് ടു സോൾവ് എ പ്രോബ്ലം. സോ സംഭവം ഈസിയാണ്. ഇതിൽ എത്ര പെൻഗ്വിൻസ് ഉണ്ടെന്ന് പറയണം. So as a normal guy, you will count it from 1, 2, 3, 4, 5, 6, 7, 8. Okay, last penguin എത്തുന്ന പാടെ you say 8. That's the number of pack. ശരിക്കും ഇതൊരു കൊച്ചിലെ നമ്മൾ പഠിച്ചൊരു ട്രിക്കാണ്. നമ്മൾ നമ്പർ എണ്ണാൻ പഠിക്കുന്നു, എന്നിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ്സ് എ ലിറ്റിൽ ലിംഗ്വിസ്റ്റിക് ട്രിക്ക്. പക്ഷേ ഇത് എല്ലാ ലാംഗ്വേജിലുള്ളവർക്ക് പറ്റാത്തൊരു കാര്യമാണ്. ചില ലാംഗ്വേജിൽ ചില നമ്പേഴ്സിന് വേർഡ്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ 7 ഇല്ലാത്ത ലാംഗ്വേജസ് ഉണ്ട്, 8 ഇല്ലാത്ത ലാംഗ്വേജസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിഫൈ ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പെൻഗ്വിനും ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ കാൺ ഡൂ ദാറ്റ്. ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൽ എഫക്റ്റ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്പേഴ്സ് യൂസ് ചെയ്യാൻ വേർഡ്സ് ഇല്ലെങ്കിൽ അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്, അതായത് 7, 8 നമ്പർ യൂസ് ചെയ്യാത്ത ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാത്തമാറ്റിക്സ് ചെയ്യാനേ കഴിയില്ല. അവർക്ക് ആൽഗരിതം ചെയ്യാൻ പറ്റത്തില്ല, അൽജിബ്ര ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് ആക്ച്വലി മീൻസ് അവരുടെ മാത്തമാറ്റിക്സിലോട്ടുള്ള കോഗ്നിറ്റീവ് റെൽം അടച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ദേ ഹാവ് നെവർ എക്സ്പ്ലോർഡ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ദാറ്റ് ഈസ് എ ഡീപ്പ് എക്സാമ്പിൾ ഓഫ് ഹൗ ലാംഗ്വേജ് ഇസ് എഫക്റ്റിംഗ് അവർ കോഗ്നിറ്റീവ് എബിലിറ്റി, അല്ലെങ്കിൽ അവർ തിങ്കിങ് പാറ്റേൺ. ഈ കളേഴ്സിൻ്റെ കേസുകളിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ലാംഗ്വേജ് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ഡാർക്ക് ബ്ലൂ മുതൽ ലൈറ്റ് ബ്ലൂ വരെയുള്ള വാക്കിന് അതിൻ്റെ ഇടയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അല്ലേ? നെയിംസുകളുണ്ട് കളേഴ്സിന്. പക്ഷെ മലയാളത്തിൽ വരുമ്പം
ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന രീതിയിലായിരിക്കും അതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കളർ നെയിംസുകളില്ല. സ്റ്റഡീസ് പറയുന്നത് ഇതുപോലെ കളർ നെയിംസ് കുറവുള്ള ലാംഗ്വേജ് ഉള്ളവർ, അതായത് നമ്മൾ മലയാളികളെ പോലെ കളർ നെയിംസ് വളരെ കുറവുള്ള യൂസ് ചെയ്യുന്നവർ, അവർക്ക് പെട്ടെന്ന് ഡാർക്ക് കളറും ലൈറ്റ് കളറും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ആൻഡ് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടൊരു എക്സ്പെരിമെൻറ്റ് നടന്നതാണ്. ഇപ്പം ഇതുപോലെ ഡാർക്ക് ടു ലൈറ്റ് ബ്ലൂ വരെ ഇമേജസ് കാണിച്ചു, അതേസമയം അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റീസും നോട്ട് ചെയ്തു. ഈ എല്ലാ സെറ്റ് ഓഫ് കളേഴ്സും പഠിച്ചു വെച്ചവർ അവർ ലൈറ്റ് കളറിലോട്ട് മാറിയപ്പം അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഹൈ ആയി, വിച്ച് മീൻസ് ദേ ഗോട്ട് എ ഫീലിംഗ്, സർപ്രൈസ് ഫീലിംഗ് ആയിപ്പോയി. അതേസമയം കുറവ് യൂസ് ചെയ്ത കളേഴ്സിന് നെയിം ചെയ്യുന്ന ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട്, വളരെ നോർമലായിട്ട് തന്നെ ഈ ഡിഫറൻസിനെ പെർസീവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രെയിൻ ആക്ടിവിറ്റി കാണിച്ചത്. ഓക്കെ, ലാംഗ്വേജസിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഇവിടെ തീരുന്നില്ല. ഇറ്റ് ഹാസ് ഓൾസോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ ഫേവറേറ്റ് വൺ. മിക്ക ലാംഗ്വേജുകളിലും ഗ്രാമാറ്റിക്കൽ ജെൻഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം യൂറോപ്യൻ ലാംഗ്വേജിലൊക്കെ ആണെങ്കിലും എല്ലാ നൗൺസിനും ഓരോരോ ജെൻഡർ വൈസ് ആയിട്ടുള്ള മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്നുള്ള രീതിയിലായിരിക്കും നൗൺസ് ഒക്കെ വിളിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള സെൻറ്റൻസ് ക്രാഫ്റ്റ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, സൺ എന്ന് പറഞ്ഞ വാക്ക് ജർമ്മനിൽ വരുമ്പം ഇറ്റ്സ് ഫെമിനിൻ ആൻഡ് സ്പാനിഷിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് മാസ്കുലിൻ. അതേസമയം മൂണെന്നുള്ള വാക്ക് വൈസ് വേഴ്സ, ജർമ്മനിൽ അത് മാസ്കുലിനും അതുപോലെ സ്പാനിഷിൽ വരുമ്പോൾ അത് ഫെമിനിനുമായി മാറും. ഈ ഒരു ഡിഫറൻസ് അവരുടെ ചിന്തകളിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ടോ? ഡു ദീസ് സ്ട്രക്ചറൽ ഡിഫറൻസ് ബ്രിങ് ഡിഫറൻസ് ഇൻ ദെയർ തോട്ട് പാറ്റേൺ? അതായത് ജർമ്മൻ പീപ്പിള് സണ്ണ് കുറച്ച് ഫീമെയിലായിട്ടും സ്പാനിഷിൽ ഉള്ളവർ അതിനെ മെയിലായിട്ടുമാണോ കാണുന്നത്? ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ഇസ് ദ കേസ്. അങ്ങനെയുണ്ട്, അത് നമ്മുടെ തോട്ട് പാറ്റേൺ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഒരു ജർമ്മനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രിഡ്ജ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഓഫ് എ ഫെമിനിൻ ക്യാരക്ടർ. അപ്പോൾ വെൻ ദേ ഡിസ്ക്രൈബ് എ ബ്രിഡ്ജ് ദേ വിൽ ബി ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്, ഇറ്റ്സ് എൻ എലഗൻറ്റ് ബ്രിഡ്ജ് എന്നുള്ള രീതിയിലായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വിച്ച് ആർ കൈൻഡ് ഓഫ് ഫെമിനിൻ സ്റ്റീരിയോടൈപ്പിക്കൽ വേർഡ്സ്. ആൻഡ് മറ്റേത് വരുമ്പോൾ, സ്പാനിഷിലോട്ട് വരുമ്പോൾ ദേ മേ എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് ഇറ്റ് ഇസ് എ ലോങ്, ഇറ്റ് ഇസ് എ സ്ട്രോങ്, ഇറ്റ് ഇസ് എ ഹ്യൂജ് ബ്രിഡ്ജ് എന്നൊക്കെ പറയും, which is also a stereotypical male kind of words. Okay, വേറൊരു ഇൻസ്റ്റൻസ് നോക്കാം. So language is also used to describe events. Okay, that is very important. And look at this image. In English, we can say this event as more like he broke the vase. And when it comes to languages like Spanish, ദ വേസ് ബ്രോക്ക് ഇറ്റ് സെൽഫ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്. കാരണം നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് ചെയ്തു എന്നുള്ള രീതിയിലല്ല പറയുക. പക്ഷേ ഇംഗ്ലീഷിൽ പല ഇതുപോലത്തെ വിയേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വിയേർഡായിട്ടുള്ള അൺസെൻസിബിൾ സെൻറ്റൻസുകളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ എനിക്ക് പറയാം ഐ ബ്രോക്ക് മൈ ആം എന്ന് പറയും. പല ലാംഗ്വേജസിലും ഇങ്ങനെ യൂസ് ചെയ്യാൻ കൺസ്ട്രക്ട് ചെയ്യാനേ പറ്റത്തില്ല, അൺലെസ് യു ആർ എ ലൂനറ്റിക്. എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വിച്ച് മീൻസ് ഐ ബ്രോക്ക് മൈ ആം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആം ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഞാൻ ആ ബ്രേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആൻഡ് ഐ സക്സീഡഡ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഐ വിറ്റ്നസ് ടെസ്റ്റ് മണിയൊക്കെ വരുമ്പം ഇപ്പം ഇതേ ഒരു സിനാരിയോ എടുക്കുക, വെസൽ പൊട്ടിയ സിനാരിയോ എടുക്കുക. അപ്പോൾ ഒരു ജഡ്ജ് ചെയ്യാൻ ഇരിക്കുവാണ്, ജഡ്ജിനോട് ഇംഗ്ലീഷിൽ പറയുവാണ്, ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ പറയുമ്പോൾ ജഡ്ജ് വിൽ സീ ദിസ് ആസ് ഹൂ ഡിഡ് ഇറ്റ് എന്നുള്ള രീതിയിലാണ്. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വരുമ്പം ഇറ്റ് റിക്വയർസ് യു ടു സേ ഹീ ഡിഡ് ഇറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് സെൻറ്റൻസ്. പക്ഷേ ഇതേ സിനാരിയോയിൽ ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് സ്പാനിഷിൽ പറയുമ്പം ആളെ നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിലായിരിക്കില്ല,
ഹൂ ഡിഡ് ഇറ്റ് എന്നുള്ളതല്ല, ഇതൊരു ആക്സിഡൻ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കും സെൻറ്റൻസ് പോകുന്നത്. അപ്പോൾ അവരത് ആരാണെന്നല്ല ഓർക്കുക, ജഡ്ജ് മിക്കവാറും അതിൻ്റെ ഇൻറ്റൻഷനാണ് ഓർക്കുന്നത്. അതൊരു ആക്സിഡൻ്റ് ആണെന്നുള്ളതാണ് ആ ലാംഗ്വേജിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇത് കണ്ട ഒരാൾ വിറ്റ്നസ്സായിട്ട് പോയിട്ട് ഒരേ സിറ്റുവേഷനിൽ സെയിം കേസിൽ ഒരേ കാര്യം പറയുമ്പം രണ്ട് രീതിയിലാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ആൻഡ് ഇത് തന്നെ ഈ ഐ വിറ്റ്നസ് ടെസ്റ്റിമണി എന്നുള്ള കേസിൽ തന്നെ അതിൻ്റെ കോൺസിക്വൻസും പണിഷ്മെൻറ്റും അതിനനുസരിച്ചായിരിക്കും. ഇപ്പം ഇംഗ്ലീഷിൽ അത് കണ്ട ഒരു വിറ്റ്നസ് ഹീ ബ്രോക്ക് ദ വെയ്സ് എന്നുള്ള രീതിയിൽ പറയുമ്പം സ്പാനിഷിൽ പറയുന്നത് ദ വെയ്സ് ബ്രോക്ക് ഇറ്റ് സെൽഫ് എന്നാണ്. ഈ വാചകം കേൾക്കുമ്പം ഈ ബ്രോക്ക് ദ വെയ്സ് എന്ന് കേൾക്കുമ്പം നമ്മൾ എന്തായാലും അയാളെ കൂടുതൽ പണിഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഇല്ലേ? ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്പാനിഷിൽ വരുമ്പം അതിനുള്ള ചാൻസ് കുറവാണ്. വിച്ച് സ്റ്റേറ്റ്സ് അനദർ തിങ് ദാറ്റ് ലാംഗ്വേജ് ഗൈഡ്സ് റീസണിങ് അബൌട്ട് ദി ഇവൻറ്റ്സ്. So we set many instances on how language affects our thinking. So before concluding, let me give you some thoughts. So this actually linguistic diversity അതുപോലെ ഇതിൻ്റെ തിങ്കിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പഠിക്കും തോറും we will understand that how ingenious, എത്രത്തോളം ഇനിയും കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ എത്രത്തോളം ഫ്ലെക്സിബിളാണ് ഹ്യൂമൻ മൈൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ 7000 ലാംഗ്വേജ് പഠിക്കുന്തോറും ഹ്യൂമൻ മൈൻഡ് ആക്ച്വലി 7000-ഓളം കോഗ്നിറ്റീവ് യൂണിവേഴ്സാണ് തുറന്നു തന്നത്. ആൻഡ് ഇനിയും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ ആക്ച്വലി ഒരു ലിവിങ് തിങ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ലാംഗ്വേജ്. ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓരോ നിമിഷവും കൂടുന്തോറും കുറഞ്ഞു വരുവാണ്. ഇപ്പം യു മേ ഹാവ് റെഡ് സംവെയർ ലൈക്ക് ലാംഗ്വേജസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം കണക്ക് പറയുന്നത് ഓരോ ആഴ്ചയും നമുക്ക് ഓരോ ലാംഗ്വേജ് കുറഞ്ഞു വരിക എന്നാണ് കണക്കുകൾ. അടുത്ത 100 കൊല്ലത്തിൽ പകുതിയോളം ലാംഗ്വേജസ് മരിക്കാൻ പോകണമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതിലും വിഷമകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പമുള്ള റിസർച്ചുകളും ഈ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള, തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കോഗ്നിറ്റീവ് സ്റ്റഡീസൊക്കെ അമേരിക്കൻ ഇംഗ്ലീഷ് സ്റ്റഡീസുകളാണ്. വിച്ച് ആക്ച്വലി മീൻസ് ബാക്കി എല്ലാ ലാംഗ്വേജും എക്സ്ക്ലൂഡഡ് ആണ്. ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിനെ കുറിച്ചും പഠിക്കണം. അപ്പം ഏറ്റവും രസം ഇതിൽ മിക്ക സ്റ്റഡീസും ചെയ്ത അണ്ടർ ഗ്രാജുവേറ്റ് അമേരിക്കൻ സ്റ്റുഡൻസാണ്. അപ്പോൾ ദിസ് ഓൾസോ ഷോസ് ഹൗ ഓപ്പർച്യൂണിറ്റീസ് ആർ ലെയ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യയിൽ ഇത്രയും ലാംഗ്വേജസ് ഉള്ള നാട് വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉള്ള നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കുറവാണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നൊരു കാര്യമാണ് ലാംഗ്വേജ് ആൻഡ് ഹൗ ലാംഗ്വേജ് എഫക്ട്സ് ആർ തിങ്കിങ്. So there is a wide opportunity for you guys, എസ്പെഷ്യലി ഭയങ്കര സ്കോപ്പുള്ളൊരു ഏരിയയും കൂടെയാണ് കോഗ്നിറ്റീവും ലാംഗ്വേജും. കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക് ഏരിയയിൽ ഐ തിങ്ക് ഇന്ത്യയിൽ ഒരുപാട് നല്ല സ്കോപ്പുകളുണ്ട്. അതല്ലാതെ റിസർച്ച് ഫീൽഡുകളിലും ആവശ്യമുണ്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് ഓൾ ഓഫ് us ഇൻ എ ലോങ് ടേം. കാരണം ഇപ്പം നമുക്ക് അറിയുന്ന സ്റ്റഡീസും കാര്യങ്ങളെല്ലാം ബേസ്ഡ് ഓൺ അമേരിക്കൻ ഇംഗ്ലീഷ് ദീസ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസൊക്കെയാണ്. അതുപോരാ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ലാംഗ്വേജിൻ്റെയും കോഗ്നിറ്റീവ് റെൽമ് വേറെയാണ്. അപ്പം ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദീസ് ടു ഐഡൻറ്റിഫൈ മോർ ആൻഡ് മോർ human mind, because what we know about our human mind is very, very limited, very narrow, and it is a science, it is a psychology field who has to do it. I would like to end this class by giving you a thought. It's about different languages. അല്ലേ, നമ്മൾ പഠിച്ചു പല ലാംഗ്വേജ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഓൾ ഷേപ്സ് ഇറ്റ് ഡിഫറെൻ്റ്ലി. നമ്മൾ എത്രത്തോളം ലാംഗ്വേജ് പഠിക്കുന്നു നല്ലതാണ് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ it is not always about learning new language. It is how the language is affecting your thought, shapes the way you. And അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, why do I think the way I do? ഓക്കെ, പല കാര്യങ്ങളും നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്. പല നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ദേഷ്യം വരുന്ന, മറ്റുള്ളവരോട് ഹെയ്റ്റ് പുലർത്തുന്ന പല കാര്യങ്ങളും നമ്മൾ ഹ്യൂമൻസിനുണ്ട്. അവിടെയൊക്കെ നമുക്ക് ക്രിട്ടിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആസ് എ സൈക്കോളജിസ്റ്റ്, how could I think differently? And also, what thought do I wish to create? Because we know as psychologists how thoughts can affect our behavior.
എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ വൈൻഡ് ചെയ്യാണ്. താങ്ക് യു.